അമ്മ ഇന്ന് എന്തോ പരിപാടിയാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള സംഭവം. അമ്മേ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇടയിൽ വന്നത് ഇപ്പം പിന്നെ ഞാൻ ശ്യാമൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. വാവ്, ഇതൊക്കെ എന്താണ്? ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി ആൻഡ് ഇത്ര ഇടൂ. ഭയങ്കര ഹെവി. എന്തൊക്കെ മസാല ഇല്ല? കുറച്ച് മസാല, പാവുഭാജി മസാല. ഓക്കെ, പാവുഭാജി മസാല. ഓക്കെ, അപ്പോൾ പാവുഭാജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ. അമ്മേൻ്റെ ട്രയലാണോ ഫസ്റ്റ് ടൈം ആണോ? ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ, ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇതൊക്കെ എന്താണ്? ഇത് എന്താ പറയുക, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെ എന്തോ ഒരു സാധനം കൊണ്ടായിരുന്നല്ലോ, അത് ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട്, അവിയൽ പോലെ എല്ലാം ചേർക്കാം. പൊട്ടറ്റോ. പൊട്ടറ്റോ അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി നന്നായിട്ട് വേവിച്ചിട്ട് ഒരു 5-6 വിസിലടുപ്പിച്ചിട്ട് വെന്ത് ഉടയണം. എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങനെ ഈ സാധനം കൊണ്ട് സാധനം അവിടെ ഓക്കെ. ഓ, ഇതിനെ കൊണ്ട് അടിച്ച് നല്ല ഉടയ്ക്കലാണ് ഈ. ഓക്കെ ഓക്കെ. പിന്നെന്താണ് വേറെ ഇവിടെ മൂടി വെച്ചൊരു സാധനം? ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഉള്ളി പൊടിയായി കഴിക്കാനുള്ളത്. പൊടി അടിപൊളി. ഇതെങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്ത് നിങ്ങൾ ഇങ്ങനെ ഇത്ര സാഹസികമായിട്ട്? അതിനുള്ള പാത്രമാണ് ഇത്. ഇതിലാണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവായിരിക്കും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത് മല്ലി ഇലയാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്, നമുക്ക് എതിരിടാനുള്ളതാണ്. ഇത് ബട്ടറാണ് ഉരുക്കി വെച്ചിട്ടുള്ളത്, അതിനകത്തേക്ക് ഒഴിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ട് കൊടുത്തുന്നു? ദോശേൻ്റെ കൊടുത്തുന്നു? പാവ് ഭാജി അല്ല. ആ, അപ്പോൾ എന്താണത്? പാവ് ഭാജിയാവും. പാവ്. ഓക്കെ, ലാദി പാവ് എന്ന് പറയും. അത് കിട്ടിയില്ലേ നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ വേറെ എന്തെങ്കിലും സാധനം? പാവ് ഭാജി തന്നെ കഴിക്കാറ് സാധാരണ, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് മറ്റേ കഴിക്കേണ്ടി വരും. ഓക്കെ, എന്നാലും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല ബ്രെഡിൻ്റെ കൂടെ ഒന്നും. അതിന് പാവ് തന്നെയാണ് അതിൻ്റെ സാധനം. ഇത് നോർത്ത് ഇന്ത്യയിലുള്ള സാധനമാണ്. ഇപ്പം കേരളത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്നും കല്യാണം കഴിയുന്നവരൊന്നും ഈ സാധനം അങ്ങനെ കേരളത്തിൽ ഇല്ല, അപ്പോൾ നമ്മൾ കണ്ടിട്ടുമില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് നമ്മളത് അങ്ങനെ ഒരു സാധനം കഴിക്കുന്നതും പിന്നെ ഇഷ്ടപ്പെട്ടു. നമുക്ക് പുറത്ത് പോയാലൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ്. പാത്രം മറിഞ്ഞു ഇവിടെ വെക്കട്ടെ. അപ്പോൾ ശരി, ഇത് പണി നടക്കട്ടെ. എൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപയോഗിക്കാൻ സമയമായിട്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിന്നിട്ട് നോക്കിയിട്ട് പോകാം എന്താ സംഭവം അല്ലേ. കൂടുതൽ ഈ സാധനം ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടത്. ഈ മിക്സറിലേക്ക് മറ്റേത് ആഡ് ചെയ്യുക. ഈ ഉണ്ടാക്കി വെച്ച ഇതിലേക്ക് ഈ ഇവിടെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഈ സാധനം ഇത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കും. ഓക്കെ, ഇത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കാൻ പോവാണ്. ഇത് കൊള്ളുമല്ലോ അല്ലേ? കുറച്ചും കൂടി വെള്ളമാക്കാം അതിനകത്ത്. ഈ പാത്രം കഴുകിയ വെള്ളം കൂടി എടുക്കാം. ഇത് നല്ലോണം യോജിപ്പിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പരന്ന തവ പോലെയൊക്കെയാണ് അവരുണ്ടാക്കുക. കടയിലുണ്ടാക്കുന്നവർ പരന്ന തവ പോലെ തന്നെ, ദോശക്കല്ല് പോലത്തെ വലിയതും അതിലിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതിന് അവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ്. നമ്മളതിന് പോകുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വന്നു പോകും. അത്രയും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. നല്ല മണം വരുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ നല്ല മടിപൊളി മണം വരുന്നുണ്ട്. ഇത് ആയി കഴിയുമ്പോൾ ഒന്നും കൂടെ ശരിയാവും, ഒന്നും കൂടെ നല്ല മണം കാണുമ്പോൾ ഏറ്റവും വലിയൊരു പാത്രം നിറച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് കേൾക്കുന്നുണ്ടാവും. അതെ, ഇവിടെ എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. കഴുകി വെള്ളം കൂടി അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ടാണ് എടുക്കേണ്ടത്. കൈ കൊണ്ടാക്കുന്നത് ഈസി അല്ല, ഇത്രയും നമ്മൾ വേസ്റ്റായി പോവുകയും ചെയ്യും. ബാക്കിയുള്ളത് കുറച്ചെടുക്കുന്നത് കൈ കൊണ്ട് തന്നെ ആക്കാം. അങ്ങനെ നമ്മൾ സാധാരണ കാണിക്കും, കുറേ ടൈമും പോവും. അതെ, പിന്നെ കുറച്ച് അതിൻ്റെ പാർട്ടിക്കൽസ് നഷ്ടപ്പെടില്ല. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ചും കൂടി പാത്രം കഴുകിയ വെള്ളത്തിനകത്ത് ഒഴിച്ചു. അപ്പോൾ എത്രയുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്തായി നോക്കട്ടെ? ഇത് നല്ലതായിട്ട് തിളക്കണം. ഇതിന് ഒരുമിച്ച് കുക്കാവണം. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെക്കാനുണ്ട്. അപ്പോൾ ഈ ആദ്യം ഉണ്ടാക്കിയ സംഭവം ആദ്യം വേറെ സ്ഥലത്ത് ഒരു വറക്കലും വേറെ ഒന്ന് പുഴുങ്ങുകയും ചെയ്തില്ലേ? അതെന്തിനാ വേറെ ആക്കിയ? അത് ഒരുമിച്ച് ഒന്നും ഉണ്ടായിക്കൂടെന്നോ? ഇത് ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ചെറിയ പീസായി ഇതിനകത്ത് കാണണം. മറ്റേത് അങ്ങോട്ട് നമ്മൾ അടിച്ച് ഇതാക്കല്ലേ, മാഷ് ചെയ്തിട്ട് അങ്ങോട്ട് പായസം പോലെ ആക്കല്ലേ. അപ്പോൾ ഇതിലെ കഷ്ണം കാണാൻ വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിലും ചിലപ്പം അങ്ങനെ ആക്കിയാലും ടേസ്റ്റ് കിട്ടിയിരിക്കും. ക്യാപ്സിക്കം നിർബന്ധമാണ് ഇതിനകത്ത്. അപ്പോൾ ക്യാപ്സിക്കത്തിനൊരു മണം ഉണ്ടല്ലോ, ആ മണത്തിന് വേണ്ടി തോന്നുന്നു ക്യാപ്സിക്കം നിർബന്ധമാണെന്ന് പറയുന്നത്. ക്യാപ്സിക്കവും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കോളിഫ്ലവറും വേണം നിർബന്ധം. കോളിഫ്ലവർ വേണം. ഓക്കെ,
ആരെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? നമ്മൾ ഫുൾ യൂട്യൂബിൽ റെസിപ്പി നോക്കിയിട്ടുണ്ട്. ആ അതെ അതെ. അമ്മ ഇതിൻ്റെ ഫുൾ റെസിപ്പി വേറൊരു വീഡിയോയിൽ ഇടില്ലേ? ഞാൻ ഇപ്പോൾ ഷോർട്ടായിട്ട് അടിക്കുന്നുള്ളൂ. ഇത് ഫുള്ള് പ്രോപ്പർ പ്രിപ്പറേഷൻ എന്തൊക്കെ കട്ട് ചെയ്തു അത് ഇതെന്നൊക്കെ കാണിക്കില്ലേ? അപ്പോൾ ഞാൻ ഇത് പിന്നെ ഒന്ന് അതിൽ കൂടെ കറങ്ങിയിട്ട് വരാം, ബബ്ലുവിനെ കണ്ടിട്ട് വരാം കേട്ടോ. എന്താ സംഭവം നോക്കിയിട്ട് വരാം. നമ്മുടെ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓൻ്റെ കുഞ്ഞുവാ ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു, സ്ട്രോങ് മഴ, ചളിവിളിയായി പുറത്ത് റോട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങളൊന്ന് മൂത്രമൊക്കെ ഒഴിക്കാൻ നടക്കാനൊക്കെ പോയപ്പോൾ കാലിലൊക്കെ ചളിവിളിയായി. ഞങ്ങൾക്ക് വന്ന് കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ശ്യാമും കൂടെ പുറത്തേക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, ഞങ്ങൾക്ക് പാവൊക്കെ വാങ്ങാണ്ട് ഇന്ന് പാവ് ഭാജി അമ്മ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം കുഞ്ഞി അതുകൊണ്ട് ഒന്ന് കഴിച്ചൊക്കെ കൊണ്ടുവന്നപ്പോഴേക്കും നല്ല ക്ഷീണം. എനിക്കിന്ന് നല്ല തളച്ചായിരുന്നു. ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് പ്രോപ്പറായിട്ട് സ്ട്രോങ് ആയിട്ട് കുറച്ച് നേരം വെയിലും ഉണ്ട്. ഞാൻ ശ്യാമും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തളർന്നു പോയി, കാരണം എനിക്ക് ശീലമില്ലായിരുന്നു. കുറേ ദിവസമായിട്ട് വെയിൽ വിടുന്ന അങ്ങനെ ഞാൻ ക്ഷീണിച്ചു പോയി. അപ്പോൾ എൻ്റെ കുഞ്ഞുവാവ ഇവിടെ ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്. അവനും ഒരു നല്ല ക്ഷീണം, നല്ല തളച്ചുണ്ട്. പിന്നെ ഇന്ന് നല്ലൊരു തണുപ്പുണ്ട് പുറത്ത്. രാത്രി ഇനിയും ഉറങ്ങാൻ കൊതിയാവുന്നു. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന പാവജി കഴിച്ചിട്ട് വേണം ഇന്ന് കിടക്കാൻ. ഈ കുഞ്ഞുവാവ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ മാത്രം കുറച്ച് പെടിതിരി കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് ചിക്കൻ ചോറോ തൈരോ എന്താ അവന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കാനുണ്ട്. നല്ല ഉറക്കത്തിലാണ്, ഫുള്ളായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റേൻ്റെ ഒരു മന്ദത്തരുണ്ട് മുഖത്ത്. നേരത്തെ ഞാൻ പോയ സമയത്തൊന്ന് കറക്കി വൃത്തിയൊക്കെ ആക്കി കൊണ്ടുപോയതാണ്. പക്ഷേ അവനെ കുളിപ്പിച്ചു എന്ന് അവൻ വിചാരിച്ചത്. അവന് കൈയും കാലും വയറൊക്കെ കഴിയപ്പോൾ അമ്മ വെച്ച് കുളിച്ചതാന്ന് വെച്ചിട്ട് സുഖമായിട്ട് കുറച്ച് തുള്ളലും ചാട്ടവും മസ്തിയൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവൻ ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചു. ഞാൻ നോക്കുമ്പോൾ അവൻ്റെ കുഞ്ഞി കട്ടിലിൽ അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങിയിരുന്നു. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റി വന്നപ്പോഴാണ് അവൻ താവട്ടേക്ക് വന്നത്, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ കട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ കിടക്കി വന്ന് ഇറങ്ങി വന്നു. കുഞ്ഞുവാവ നല്ല സോഫ്റ്റായിട്ടുണ്ടെന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. മീൻസ് അവന് നല്ലൊരു മൂഡിലാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സുഖം ഉണ്ടാവില്ല തളർന്നിങ്ങനെ കിടക്കുമ്പോൾ, അങ്ങനെ ഒരു നല്ല സുഖത്തിലാണ്. ഇന്നൊരു പ്രത്യേക തണുപ്പുണ്ട്. അപ്പോൾ എനിക്ക് അത് ഉറക്കം സാധാരണ ക്ഷീണിച്ചുറങ്ങുന്നത്, ഇന്ന് അവന് ക്ഷീണത്തിൽ കൂടുതൽ അവൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം. ഞാനിന്ന് രാവിലെയും കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് ഒരവസ്ഥയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബോധം കെട്ട് ഉറങ്ങിപ്പോയി. 2-2.5 മണിക്കൂർ ഓൾമോസ്റ്റ് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. കാരണം ഭയങ്കര ക്ഷീണം എന്നല്ല, ഭയങ്കര ഒരു ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. ഇന്ന് കുറേ ചൂടത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ട് നല്ല ശക്തി മഴ പെയ്തു. ഇവിടെയൊക്കെ ചളിവിളിയൊക്കെ ആയി. എവിടെയൊക്കെ ഹിൽ സ്റ്റോൺസ് നമ്മളെ എന്താ പറയുക ആൽപ്പഴൊക്കെ വീണെന്ന് കേട്ടു. നമ്മളിവിടെ വീണില്ല. പക്ഷേ അങ്ങനെ കുഞ്ഞി നല്ല സുഖമായിട്ട് ഉറങ്ങും. ഇവിടെ കിടന്നോ, കുഞ്ഞി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മുത്ത് ഇവിടെ ഉണ്ട്, കുഞ്ഞു ഇവിടെ കിടക്കുന്നുണ്ട്. എന്തിനാ അവൻ ഇവിടെ കിടക്കുന്നറിയോ? ഈ വാതിലിൻ്റെ മുകളിൽ ഇങ്ങനെ കാലുപൊക്കി കിടന്നു കഴിഞ്ഞാൽ അവന് ഈ ആംഗിൾ ഡയറക്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മേനെ കാണാം അടുക്കളയിൽ. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ ആംഗിൾ വിളിക്കുന്നത്. അവൻ്റെ ചെറിയ ചെറിയ ട്രിക്സാണ് ഇതൊക്കെ. ഭയങ്കര ഇൻ്റലിജൻ്റാണ്. കാരണം പൊട്ടക്കളിയൊക്കെ കളിക്കുമെങ്കിലും ഭയങ്കര ബുദ്ധിമാനാണ്. അവന് അമ്മേനെ എപ്പോഴും കാണണം. അമ്മയാണ് അവൻ്റെ ഫേവറേറ്റ്. അവൻ അമ്മേൻ്റെ പെറ്റാണ്, അമ്മേൻ്റെ ഫേവറേറ്റ് ബോയാണ്. കുഞ്ഞുവാവയാണ്, ഓമനയാണ്. അടിപൊളിയൊക്കെ കൂടി രണ്ടുപേരും കൂടെ. പക്ഷെ എന്നാലും ഇവർ ഭയങ്കര സ്നേഹമാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ കണ്ടിട്ട് വേണം അവന് കിടക്കാൻ. ഉറങ്ങുന്ന സമയത്ത് കണ്ണു തുറക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ അവൻ അമ്മേനെ കാണാം. അത് അവൻ്റെ ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷനാണ്. അമ്മ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് നോക്കണമെന്നില്ല, പക്ഷെ എന്നാലും കണ്ടു കഴിഞ്ഞാൽ ഹീസ് ഹാപ്പി. മോൻ കണ്ടോ?